naturalism. അപ്പോൾ naturalism is a philosophical doctrine. It is opposed to idealism in its interpretation of reality. Naturalism is concerned with natural self or real self. It contends that the ultimate reality is matter and not mind or spirit. It is the product of post-Darwinian biology, that is human existence entirely in the order of nature, and human doesn't have any soul, religious or spiritual dimension. That is the concept of naturalism, and it is merely determined. The human existence is merely determined by heredity and environment. അതായത് നാച്ചുറലിസം പറയുന്നത് ഐഡിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോള് ഐഡിയാസ് ഓൾറെഡി ഉണ്ട്, അതിൽ നിന്ന് വന്നതാണ്. പിന്നീട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ സംഭവിച്ചു പോയത്, നമുക്ക് സോളുണ്ട്, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഐഡിയലിസം പറയുന്നത്. പക്ഷേ നാച്ചുറലിസം ഈസ് അഗെയിൻസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ദാറ്റ് ഈസ് നമ്മുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടലി മെറ്റീരിയലിസ്റ്റിക് ഇൻ നേച്ചർ എന്നാണ് naturalism, the main idea of naturalism. And this particular idea came into prominence. Already it was there in philosophy, and then later it was adapted into the field of education, and then post-Darwinian biology, that is theory of evolution ശേഷമാണ് കൂടുതലായിട്ട് ഈ ഒരു human existence is something based on order of nature എന്നുള്ള കോൺസെപ്റ്റ് വരുന്നതും. അങ്ങനെ heredity and environment are the two factors that determine human existence എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ വരുന്നതും. അതാണ് നാച്ചുറലിസത്തിൻ്റെ ഒരു പ്രത്യേകത. In literature it has appeared against romanticism. Okay, romanticism സോൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ സബ്ജക്റ്റിവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഓൾറെഡി കണ്ടതാണ് റൊമാൻറ്റിസത്തിൽ. ബട്ട് ഇൻ 19th century ആസ് എ Emile Zola, French author Emile Zola, as a resistance to romanticism, he started this particular era or this particular theory, that is naturalism in literature. In literature അങ്ങനെ ഒരു എമിലി സോളയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. I have already mentioned that romanticism has developed in English, but see, naturalism it has developed in French author ആയിട്ടുള്ള എമിലി സോളയാണ് നാച്ചുറലിസത്തിൻ്റെ ഒരു വാക്താവ്. Then naturalists are those writers, that is they present their subject with scientific objectivity and with elaborate documentation. They have a kind of medical frankness about activities and bodily functions. Characters exhibits strong animal drives and they are helpless victims of factors within them and outside. അപ്പോൾ ഇവരുടെ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലിസ്റ്റുകളുടെ തിയറി നമുക്ക് അവരുടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, whenever they deal with a theme, they deal with a kind of scientific objectivity and they give elaborate documentation. ഒരു എന്താ പറയുക, ഒരു മെഡിക്കൽ ഫ്രാങ്ക്നെസ്. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു അപകടം പറ്റിയാലോ മറ്റോ എന്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും അവരുടേതായിട്ടുള്ള ഒരു ഫ്രാങ്ക്നെസ് ഉണ്ടാവും. ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാൻ അവർക്കൊരു ഇതില്ല. മെഡിക്കൽ ഫ്രാങ്ക്നെസ് ഈസ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം നോർമൽ വേ ഓഫ് റെപ്രസെൻറ്റിങ് ഓർ ടോക്കിംഗ് ഓർ ഡീലിംഗ് ഓർ ഇൻ അപ്രോച്ച് ടുവേർഡ്സ് സംതിങ്. ആ ഒരു മെഡിക്കൽ ഫ്രാങ്ക്നെസ്സാണ് ഇവർക്ക് ഇവരുടെ എന്താ പറയുക, ഈ ക്യാരക്ടേഴ്സിനെയും തീംസിനെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയും റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവർ കാണിക്കുന്നത്. ദെൻ ദ തിങ് ഈസ് ദാറ്റ് ക്യാരക്ടേഴ്സ് വിത്ത് എ വെരി സ്ട്രോങ് അനിമൽ ഡ്രൈവ്സ്. അതാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര അനിമൽ ഇൻസ്റ്റിങ്ക്റ്റുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് അവർ കാണിക്കാറുള്ളത്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ദേ ആർ ഹെൽപ്ലെസ് വിക്ടിംസ് ഓഫ് ഫാക്ടേഴ്സ് വിത്തിൻ ദം ആൻഡ് ഔട്ട്സൈഡ്. അവരുടെ വിചാര വികാരങ്ങൾ കൊണ്ടും അവരുടെ തന്നെ അതല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പല കാര്യങ്ങളുടെ പല കോൺസിക്വൻസ് കാരണം അവരുടെ ഒരു ഹെൽപ്ലെസ്നെസ്, ശരിക്ക് അവരുടെ ഒരു അവസ്ഥ മീൻസ് നേച്ചർ ഈസ് പവർഫുൾ. അപ്പോൾ അതിൻ്റെ വിക്ടിംസ് മാത്രമായിട്ട് ഈ ക്യാരക്ടേഴ്സും മാറുന്നതും തീംസ് ആ രീതിയിൽ പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ ക്യാരക്ടേഴ്സ് യൂഷ്വലി ഹാവ് എ ട്രാജിക് എൻഡ് and they are victims of multiple compulsions. Anyway, the end will be unlike the tragic heroesനെ പോലെ ഭയങ്കര എന്താ പോംപ് ആൻഡ് പോഷ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രാജിക് എൻഡ് എല്ലാം ഉണ്ടാവുക. ബട്ട്
they become these people, that is the characters, become the victims of multiple compulsions, and they are disintegrates or wiped out. ലാസ്റ്റ് എന്തായാലും അവരങ്ങ് നശിച്ച് പോകുന്നതാണ് ഈ നാച്ചുറലിസത്തിൽ വരുന്ന വർക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ എത്ര ശ്രമിച്ചാലും, അവരെത്ര എന്താണ് അവർ ആ ക്യാരക്ടേഴ്സ് മീൻസ് ക്യാരക്ടേഴ്സ് ഫ്രം അവർ പോയിന്റ് ഓഫ് വ്യൂ നമുക്കറിയാം, എങ്ങനെ പോയാലും അവർ നശിച്ച് അവരുടെ ഒരു മോശമായിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് ആ ഒരു ക്യാരക്ടേഴ്സ് പോവുക. അങ്ങനത്തെ രീതിയിലാണ് അവരുടെ ഈ നാച്ചുറലിസത്തിൽ വരുന്ന വർക്ക്സൊക്കെ വരുന്നത്. ഓക്കെ, now who are the authors, important authors, that is എമിലി സോള, ഫ്രാങ്ക് നോറിസ്, സ്റ്റീഫൻ ക്രെയിൻ, യൂജിൻ ഓനീൽ. ഇതുപോലെയുള്ള ഓതേഴ്സൊക്കെ നാച്ചുറലിസത്തിനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് കാര്യമായിട്ട് അവരുടെ വർക്ക്സിൽ കൊണ്ടുവരുന്ന ചില ഓതേഴ്സാണ്. അപ്പോൾ എമിലി സോള ഈസ് കൺസിഡേർഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് ദിസ് നാച്ചുറലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, അപ്പം അതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ലേ റൊമാൻ എക്സ്പെരിമെൻ്റൽ, എമിലി സോളയുടെ ഒരു വർക്കാണ്, ഫ്രഞ്ച് വർക്കാണ്. ജൂഡ് ദ ഒബ്സ്ക്യൂർ, തോമസ് ഹാർഡിയുടെ. ദെൻ ആൻ അമേരിക്കൻ ട്രാജഡി, തിയോഡർ ഡ്രീസറുടെ. അപ്പം ഇതൊക്കെയാണ് അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ്, അതായത് ഈ ഒരു നാച്ചുറലിസം എലമെൻറ്റ്സ്, ആ തീം, ക്യാരക്ടർ ആൻഡ് ദ വേ ഓഫ് ദ സ്റ്റോറി, ദ വേ ഹൗ ഇറ്റ് എൻഡ്സ്, ആ ഒരു ക്യാരക്ടർ, ആ ഒരു എലമെൻറ്റ്സ്, നാച്ചുറലിസത്തിൻ്റെ എലമെൻറ്റ്സ് കീപ്പ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ഓക്കെ, നൗ we will go to the next one, that is symbolism. എന്താണ് സിംബോളിസം? ദാറ്റ് ഈസ് സിംബോളിസം ഈസ് രണ്ട് രീതിയിലുണ്ട്. ദാറ്റ് ഈസ് സിംബോളിസം ഈസ് ദ യൂസ് ഓഫ് സിംബൽസ് ഇൻ വർക്ക്സ്. So as we have seen in the poem Daddy, black represents a kind of oppression or dominant force or negative evil force എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ബ്ലാക്ക് എന്ന് പറയുന്ന ആ കളറിനുള്ള അത് അതുപോലെ നമ്മൾ ഓരോ ഇതിൽ കാണുന്നുണ്ട്. മീൻസ് ഡിഫറെൻറ്റ് പോംസ് വി ഹാവ് ഇൻ മൈ ലാസ്റ്റ് ടച്ചസ് വി ഹാവ് സീൻ ദാറ്റ് ദ ബ്രോൺസ് സ്റ്റാച്യു ഓഫ് നെറ്റ്യൂൺ ടേമിങ് എ സീ ഹോഴ്സ്, അതൊക്കെ എന്താ സിമ്പിൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ വർക്ക്സിൽ നിരന്തരം സിമ്പിൾസ്, ആ വർക്ക് തന്നെ ഒരു സിമ്പിളായിട്ട് പോകുന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് വർക്ക്സ് വന്നിട്ടുണ്ട്. അത് അങ്ങനെയുള്ള രീതിയിലുള്ള എലമെൻറ്റ്സ് വരുന്ന അങ്ങനെ ഒരു രീതി അപ്രോച്ചിനാണ് സിംബോളിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് അബ്സല്യൂട്ട് ട്രൂത്ത്സ് സിംബോളിക്കലി ത്രൂ മെറ്റഫറിക്കൽ ഇമേജസ് ആൻഡ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് നോട്ട് സെഡ് ഡയറക്റ്റ്ലി. ഓക്കെ, ഡയറക്റ്റായിട്ട് നമ്മൾ പറയുന്നില്ല, ത്രൂ symbols, motives and all these kind of things. Then symbolist movement means it is a movement that has started in 19th century France. Then some of the important authors like who has established this particular movement is the Rimbaud, then Stephen Malam, then see the thing is that ഈ സിംബോളിസത്തിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡ്രീംസ്, വിഷൻസ്, അസോസിയേറ്റീവ് പവേഴ്സ് ഓഫ് ഇമാജിനേഷൻസ് ഇൻ ദ പോർട്രേറ്റ്. ദേ യൂസ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, symbolically they use all these dreams, visions and that kind of things in their poetry. They rejected naturalism and realism. കാര്യങ്ങൾ അതിൻ്റെ ഒരു സിവിയാരിറ്റിയിൽ, ഭയങ്കരമായിട്ടുള്ള റിയാലിറ്റിയിൽ, അതല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിൽ കാണിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ദേ റെപ്രസെൻറ്റ് ദെയർ ഐഡിയാസ്, തീംസ്, ദെയർ ക്യാരക്ടേഴ്സ് in some sort of symbols, through some sort of symbols. Okay, now the purpose, they consider that the purpose of art is not to represent reality but to access greater truths by the systematic derangement of the senses. അപ്പോൾ എല്ലാ കാര്യത്തെയും റിയാലിറ്റി, ട്രൂത്ത് അത്രയും റിയലായിട്ട് കാണിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സിംബോളിക്കലി കുറച്ചുകൂടി ഗ്രേറ്റർ ആയിട്ടുള്ള ട്രൂത്ത്സ് സിസ്റ്റമാറ്റിക് ഡെറേഞ്ച്മെൻറ്റ് ഓഫ് ദി സെൻസസിലൂടെ കാണിക്കുന്നതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ആർക്കുള്ളത്, സിംബോളിസ്റ്റ് റൈറ്റേഴ്സിനുള്ളത്. ഓക്കെ, നൗ വി ഷാൽ സീ ദ authors. So some of the authors are Charles Baudelaire, then Stephen Malam, William Blake, Edgar Allan Poe, Alexander Pushkin, W.B. Yeats, Ezra Pound. അപ്പോൾ നമുക്ക് ഇവരൊക്കെ മറ്റ് പല ഇതിലേക്കും കാണാൻ പറ്റും. മറ്റ് അവരുടെ സോണർ പോർട്രേറ്റ് രീതിയിൽ റൊമാൻറ്റിസത്തിലോ അതല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ദ തിങ് ഈസ് ദറ്റ് ദേ ഹാവ് യൂസ്ഡ് സ്ട്രോങ് എലമെൻറ്റ്സ് ഓഫ് സിംബോളിസം ഇൻ ദെയർ വർക്ക്സ്. ഇപ്പം നമുക്കറിയാം വില്യം ബ്ലേക്കിൻ്റെ
നമ്മൾ അറിയുന്ന പോംസ് ആണ് ലാമ്പ്, അതുപോലെ ദ ലാമ്പ് ദ ടൈഗർ എന്നുള്ളതൊക്കെ അതൊക്കെ സിമ്പിൾസ് ആണ് അല്ലേ. എഡ്ഗർ അലൻ പോൻ്റെ ധാരാളം വർക്ക്സ്. ദെൻ വി ഹാവ് W.B. Yeats, Ezra Pound, all these writers they use lots of symbols in their works, and they uh, regularly we can find the symbols recurrent in their works. Now what are the important works? That is Fleurs du Mal, Charles Baudelaire, അതുപോലെ ബൈസാൻറ്റിയം പോംസ് എയ്റ്റ്സിൻ്റെ വരുന്നതാണ്. ദെൻ ഫിനഗൻസ് വേക്ക്, ജെയിംസ് ജോയ്സിൻ്റെ. ദെൻ ദ സൗണ്ട് ആൻഡ് ദ ഫ്യൂറി ബൈ വില്യം ഫോക്നർ. ദ വേസ്റ്റ് ലാൻഡ്, T.S. Eliot. ഇതൊക്കെ സിമ്പിൾസ് ആണ്. ഇതൊക്കെ ഈ വർക്ക് തന്നെ ദ വേസ്റ്റ് ലാൻഡ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ ദ ഡിസില്യൂഷൻമെൻറ്റ് ഓർ ദ ഏലിയനേഷൻ ഓഫ് മോഡേൺ സൊസൈറ്റി എന്നുള്ള രീതിയിലാണ്, ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് തന്നെയാണ്, സിമ്പിളായിട്ടാണ് ആ വർക്ക് തന്നെ നിൽക്കുന്നത്. ഓക്കെ, so this is the way these are the informations related to symbolism. Okay, now we can go to the questions, but before that I'll come back to people. Okay, now we can discuss some questions and then we can wind it up. Okay, naturalism came into effect as a result of whose theory? Naturalism, yes, Darwin. ലിറ്ററേച്ചറിലാണ് കേട്ടോ, സ്പെസിഫിക് ആയിട്ട് ലിറ്ററേച്ചറിലാണ്. ഓക്കെ, നാച്ചുറലിസം ഫിലോസഫി അതിൻ്റെ മുന്നേ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയും നാച്ചുറലിസം ഇൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നാച്ചുറലിസം ആസ് എ ഫിലോസഫിക്കൽ എൻറ്റിറ്റി എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദ ഫിലോസഫി അല്ലെങ്കിൽ തിയറി ഓഫ് നാച്ചുറലിസം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ റൂസോയിലേക്കൊക്കെ പോകേണ്ടി വരും. ഇതിൽ നമ്മൾ ഇൻ ലിറ്ററേച്ചർ എന്നുള്ള ഒരു ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് നമ്മളതിനെ കാണുന്നത്. ഓക്കെ, ഡാഷ് ബിഗാൻ നാച്ചുറലിസം, എമിലി സോള. Then the characters in a naturalistic work are portrayed with dash. With multiple compulsions or extreme animal instincts. Characters in naturalist work are portrayed with എങ്ങനെയുള്ള ആളുകളായിരിക്കും? മൾട്ടിപ്പിൾ കമ്പൽഷൻസ് വി ക്യാൻ സേ, ഓർ വിത്ത് എന്താണ് എക്സ്ട്രീം അവരുടെ എന്താണ് ആനിമൽ ഇൻസ്റ്റിക്ട്സ്, ദാറ്റ് ഈസ് ദ തിങ്. യെസ്, ആനിമൽ ഇൻസ്റ്റിക്റ്റോട് കൂടിയിട്ടാണ് അവരെ പോർട്രേ ചെയ്യുന്നത്. ജൂഡ് ദ ഒബ്സ്ക്യൂർ വാസ് റിട്ടൺ ബൈ ഡാഷ്. ആനിമൽ ഇൻസ്റ്റിക്ട്സ് ആണല്ലോ ആദ്യം. ദെൻ ദ വേസ്റ്റ് ലാൻഡ് വാസ് റിട്ടൺ ബൈ വില്യം ബ്ലേക്ക് ഈസ് എ ഫേമസ് ഡാഷ്. എന്ത് പോയിട്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വില്യം ബ്ലേക്ക് ഈസ് എ ഫേമസ് മിസ്റ്റിക് സിംബോളിസ്റ്റ്. ഓക്കെ, സിംബോളിസം സ്റ്റാർട്ടഡ് ഇൻ ഡാഷ് സെഞ്ചുറി. ഏത് സെഞ്ചുറിയിലാണ് സിംബോളിസം സ്റ്റാർട്ട്? 19th century. So these are the few questions related to naturalism and symbolism. I hope you understood. ഇതിൽ നിന്നെല്ലാം കൂടി ഒരു ക്വസ്റ്റിനേ വരുള്ളൂ, മീൻസ്. Okay, that's enough for today.